Namaste. Today we're going to learn about the history of movies. And did you know that this was the old projector for filming? നമസ്കാരം, എൻ്റെ പേര് അഭിനവ് കെ പ്രവീൺ. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ മലയാളം ആർട്ട് ഇൻറ്റിഗ്രേറ്റഡ് പ്രൊജക്റ്റ് ആണ്. അതിന് തലക്കെട്ട് സാംസ്കാരിക വളർച്ചയിൽ സിനിമയുടെ സ്വാധീനം എന്നാണ്. നമുക്ക് തുടങ്ങാം. ഒരു അഭിനവ ചലച്ചിത്രം. സിനിമ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ഇതെല്ലാം എങ്ങനെ തുടങ്ങിയെന്ന് നമുക്ക് കാണാം. മലയാള സിനിമയുടെ ചരിത്രം. Did you know that this was the first ever Malayalam movie? It was created in 1930. 1930 ഇറങ്ങിയ വിഗതകുമാരൻ എന്ന ചലച്ചിത്രമാണ് മലയാള സിനിമയിലെ ആദ്യ സിനിമ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ സംവിധായകൻ JC ഡാനിയൽ മലയാള സിനിമയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ പേരിൽ JC ഡാനിയൽ അവാർഡ് നിലനിൽക്കുന്നു. നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം. 1961 ഇറങ്ങിയ കണ്ടം വെച്ച കോട്ടാണ് മലയാള സിനിമയിലെ ആദ്യ കളർ പടം. പിന്നീട് 1984 ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 3D ചലച്ചിത്രമായി അറിയപ്പെടുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന മലയാള സിനിമയാണ്. പിന്നീട് 2024 മഞ്ഞുമൽ ബോയ്സ് എന്ന ചലച്ചിത്രമാണ് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ളത്. 200 കോടിക്ക് മേലെ സിനിമ നേടിയിട്ടുണ്ട്. ഇടവേള. ഇനി നമുക്ക് മലയാള സിനിമകൾ കൈകാര്യം ചെയ്യുന്ന ചില വിഷയങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി സ്ത്രീ ശാക്തീകരണം. മലയാള സിനിമയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ ശാക്തീകരണം. പല മലയാള സിനിമകളും സ്ത്രീ ശാക്തീകരണം ഒരു വിഷയമായിട്ടുണ്ട്. അതിൽ 3 ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു, ഉയരെ, ദ ഗ്രേറ്റ് ഇന്ത്യ കിച്ചൺ എന്ന സിനിമകളാണ്. ഈ സിനിമകൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അനീതിക്കെതിരെ പ്രതികരിക്കാനും ഇത്തരം സിനിമകൾ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. പല മലയാള സിനിമകളും സാമൂഹിക മാനദണ്ഡങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളികളായിട്ടുണ്ട്. മലയാള സിനിമകൾ സാമൂഹിക മാനദണ്ഡങ്ങളിലെ പല സിനിമകളിലൂടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പൊന്തന്മാട, കാതൽ ദിക്കോർ എന്നീ സിനിമകൾ ഉത്തമ ഉദാഹരണങ്ങളായി എടുക്കാം. സമൂഹത്തിലുള്ള ജാതി വിവേചനം, സാമൂഹിക ഒഴിവാക്കൽ എന്ന കാര്യങ്ങൾ ഈ ചലച്ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്നു. അടുത്തതായി കായികത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും കായികം ഒരു ഹരമാണ്. അതിനാൽ പല മലയാള സിനിമകളും കായികം ഒരു വിഷയമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നീ കായികങ്ങൾ ഒരു വിഷയമാക്കിയ പല സിനിമകളും ഉണ്ട്. കായിക മേഖലയെ അടിസ്ഥാനമാക്കി അനേകം മലയാള സിനിമകൾ ഉണ്ട്. സുഡാനി ഫ്രം നൈജീരിയ, 1983, ക്യാപ്റ്റൻ എന്നീ സിനിമകൾ കായികത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തിനെ അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് പഴയ കാലത്തേക്ക് തിരിച്ചു പോകാം. ചരിത്ര സിനിമകൾ. കേരള ചരിത്രം പറയുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളവർമ്മ പഴശ്ശിരാജ, ഉറുമി, കായംകുളം കൊച്ചുണ്ണി എന്നീ സിനിമകൾ കേരളത്തിൻ്റെ ചരിത്രം സിനിമാ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതായി നമുക്ക് നോവലുകളിൽ നിന്നുള്ള സിനിമകളെ പരിചയപ്പെടാം. പ്രശസ്ത നോവലുകളിൽ നിന്നും പ്രചോദനം കൊണ്ട അനേകം സിനിമകളുണ്ട്. മതിലുകൾ, ആടുജീവിതം, ചെമ്മീൻ എന്ന സിനിമകൾ പ്രശസ്ത നോവലുകളിൽ നിന്നും പ്രചോദനം കൊണ്ടവയാണ്. പുസ്തകങ്ങളിലെ എഴുത്ത് പ്രേക്ഷകർക്ക് സിനിമയായി എത്തിക്കാൻ സംവിധായകന്മാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇവ. മലയാള സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ആ സ്വാധീനം എപ്പോഴും പോസിറ്റീവ് ആകണമെന്നില്ല. ചില നെഗറ്റീവ് ഘടകങ്ങളിലേക്കും അത് വഴിവെക്കും.
ഉദാഹരണങ്ങളായി പറയുകയാണെങ്കിൽ വയലൻസ്, മോശമായ ഭാഷാരീതികൾ, അബ്യൂസ് എന്നിവയെല്ലാം നമുക്ക് പുതിയ തലമുറയായ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പുതിയ തലമുറയായ ആളുകളിലേക്കും കൗമാരക്കാരിലേക്കും ഒരു മോശമായ ചിന്താരീതിയിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സിനിമയുടെ നല്ല വശവും മോശവശവും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ ഒരു ചിന്തയോടെ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് അവസാനിപ്പിക്കുന്നു. ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ച എൻ്റെ ടീച്ചർമാർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Thank you for watching this video. I hope you enjoyed, and this was Abhi's project. Bye.